ജോസ് സാർ, അത് 4 കോടി പേർ ഇത്തവണ രജിസ്റ്റർ ചെയ്തു. സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 36 വിദ്യാർത്ഥികളുടെ സംശയങ്ങൾക്ക് അതിലൂടെ ഈ പരീക്ഷ എഴുതാൻ കാത്തിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും, കോടിക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് വലിയ ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ വളരെ സരസമായി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി പകർന്നു നൽകുമ്പോൾ അത് നൽകുന്ന ഒരു പ്രതീക്ഷ എന്താണ്? നാളത്തെ തലമുറയ്ക്ക്, ഭാവിക്ക് നൽകുന്ന പ്രതീക്ഷ എന്താണ്? കൃത്യമായി പറഞ്ഞാൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇത് 8ാമത് പരീക്ഷാ പേ ചർച്ചയുമായി മുന്നോട്ട് വന്നപ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായി തന്നെയാണ് കാര്യങ്ങൾ കുട്ടികളുടെ മുമ്പിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അതിന് അദ്ദേഹം പറഞ്ഞ പോയിന്റുകളിൽ ടൈം മാനേജ്മെൻറ്റ് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്, ശ്രദ്ധേയമായൊരു പോയിൻ്റാണ്. ടൈം മാനേജ്മെൻറ്റ് കുട്ടികളെ സംബന്ധിച്ച് കുട്ടികൾ ആർജിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ പരീക്ഷയ്ക്ക് ഏകദേശം 1 മാസമേ ഉള്ളൂ, 1 മാസം കഷ്ടിച്ചേ ഉള്ളൂ. ആ സമയത്ത് ടൈം മാനേജ്മെൻറ്റിനെ ആ ടൈം മാനേജ്മെൻറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കുട്ടികൾ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി പഠിക്കുന്നതിനെക്കുറിച്ചും, അതോടൊപ്പം തന്നെ പഠിക്കുന്നതിനും ടൈം മാനേജ്മെൻ്റ് ഉണ്ട്, പരീക്ഷ എഴുതാനും ടൈം മാനേജ്മെൻറ്റ് ബാധകമാണ്, അവരുടെ ജീവിതത്തിനും ടൈം മാനേജ്മെൻറ്റ് ബാധകമാണ്. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ഇന്ന് പ്രധാനമന്ത്രി അത് പറഞ്ഞപ്പോൾ അത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിൻ്റായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അതോടൊപ്പം തന്നെ കുട്ടികളിലെ സ്ട്രെസ്സ് കൂട്ടാൻ കാരണക്കാരായിട്ടുള്ള, ഇപ്പോൾ ഇവിടെ സാർ പറഞ്ഞ പോലെ സ്ട്രെസ്സ് രക്ഷിതാക്കൾ കൂട്ടുന്നുണ്ട്, അധ്യാപകർ കൂട്ടുന്നുണ്ട്. നിനക്ക് A+ കിട്ടുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം, നീ അത് കളയരുത് കുടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അധ്യാപകർ കുട്ടികളെ സ്ട്രെസ് ചെയ്യുന്ന അവസ്ഥയും കണ്ടിട്ടുണ്ട്. അത് രക്ഷിതാക്കൾ മാത്രമല്ല, രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അത് വളരെ മാസങ്ങൾക്ക് മുമ്പേ തുടക്കത്തിൽ 10ാം ക്ലാസ് തുടങ്ങുമ്പോഴേ കുട്ടികളെ പറഞ്ഞ് A+ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ടൈം മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളിൽ അധ്യാപകരും രക്ഷിതാക്കളും ഒരുപോലെ ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പ്രധാനമന്ത്രി ഊന്നൽ നൽകിയ പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് ഈ അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ ഏറ്റവും മാക്സിമത്തിൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ അവർക്ക് അത് നല്ല രീതിയിൽ പരീക്ഷ എഴുതാനും, പരീക്ഷാ പേടി എന്നുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ഒരു തെറ്റായ ഒരു ധാരണയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം പക്ഷേ കുട്ടികളുടെ ഇടയിൽ ഇതുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ചർച്ചയുടെ ആവശ്യം വേണ്ടി വന്നത്. അപ്പോൾ ആ കുട്ടികൾ പരീക്ഷയെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പഠിക്കാനുള്ളത് പഠിച്ചു കഴിഞ്ഞു, ഇനി എനിക്ക് പരീക്ഷ എഴുതിയാൽ മതി എന്ന ധാരണയിൽ മുന്നോട്ട് പോകുന്ന കുട്ടികൾക്കാണ് എപ്പോഴും പരീക്ഷയിൽ നല്ല മാർക്ക്. പേടി മാറിയാൽ തന്നെ മാർക്ക് കൂടും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പേടി മനസ്സിൽ കിടക്കുന്നിടത്തോളം എന്ത് എഴുതുന്നതിൽ പോലും തെറ്റുകൾ വരാനും അതോടൊപ്പം തന്നെ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാനും ഒക്കെയുള്ള സാധ്യതകൾ കൂടുതലാണ്. വ്യക്തമാണ് സാർ.